നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് TV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് ഇന്ന് ആദ്യം വിളിക്കാനുള്ളത് മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് അങ്ങ് ദൂരെ മലപ്പുറത്തുനിന്ന് മലബാറിൽ നിന്ന് ഒരു കോളേജ് വന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ വാലി കോളേജ്. അവിടുത്തെ എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക്, ഇത് ഐറ്റം വേറയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ഒരുമിച്ച് വെൽക്കം ചെയ്യാം ഇവിടുത്തെ കാര്യക്കാരെ. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഗിന്നസ് ബക്രു ചേട്ടൻ, ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ട് വിളിക്കാം തന്നാലോ? ആയിക്കോട്ടെ. പോൾസൺ ബാസി ചേട്ടൻ ടീം കൂടെ അനീഷേട്ടനും ഉണ്ട്, ഒരു നല്ല കൈഡി. ഹലോ ഹലോ, ലാബാണോ? ലാഭാണല്ലോ. ലാബാണോ? ഞാൻ ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു. അവന്റെ റിസൾട്ട് ആയോന്ന് അറിയാൻ വേണ്ടിയാ. പേരെന്താന്ന് പറഞ്ഞ? ശശികുമാർ. ശശികുമാർ. അയ്യോ ശശികുമാറെ, താങ്കൾ ഇന്നുകൂടെ വന്ന ബ്ലഡ് ഒന്ന് തരണം. അപ്പൊ ഇന്നലെ തന്നോ? ഇന്നലെ തന്നേ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒക്ടോബർ ഉണ്ടായിരുന്നല്ലോ. അതെ. അപ്പൊ കൊച്ചിന് സ്കൂളിലൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. വെടിയേറ്റ് വീഴുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ആ വെടിയേക്കുമ്പോ രക്തം ചിന്തണമല്ലോ. അതിന് ശശികുമാറിന്റെ രക്തമാണ് ചിന്തിയത്. അല്ല അതെ. അപ്പൊ ഈ റിസൾട്ട് ഇന്നലെ തന്നെ അറിഞ്ഞു. കൊച്ചിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. അതല്ല, എന്റെ ബ്ലഡിന്റെ റിസൾട്ട് എന്തായത്? ഇന്ന് വന്ന് ബ്ലഡ് താട് വന്നിട്ട് നമുക്ക് റിസൾട്ട് നോക്കാം. അല്ലാതെ പരിപാടി. ഹലോ, ഞാനേ ഇന്നലെ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു, എന്റെ റിസൾട്ട് മേടിക്കാൻ വേണ്ടി എന്താന്ന് പറഞ്ഞേ? പേര് കോശിയുടെ. പിന്നെ എനിക്കത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം നിങ്ങളുടെ ലാബിൽ വന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എനിക്ക് ഭയങ്കര നഷ്ടമായി പോയി. ബ്ലഡ് ടെസ്റ്റ് നഷ്ടോ? അതെന്നാ? ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അതിനകത്ത് റിസൾട്ടിൽ എനിക്ക് ഒരു അസുഖമില്ല. എനിക്ക് നഷ്ടല്ലേ? അതെങ്ങനെ നഷ്ടമാണ്? അത് സന്തോഷിക്കേണ്ട കാര്യല്ലേ? ഞാൻ എങ്ങനെ സന്തോഷിക്കും? 2500 രൂപ എന്റെ പോക്കറ്റിൽ ഞാൻ എണ്ണി തന്നത്. അപ്പൊ പിന്നെ എനിക്ക് നഷ്ടല്ലേ? അത് കൊളസ്ട്രോൾ എങ്കിലും ഒന്ന് ആഡ് ചെയ്ത റിസൾട്ട് തരാം. എന്ത് ലാഭമാണോ അത്? അപ്പൊ അതാണ് വിഷയം. പിന്നല്ലാതെ. എന്നാ കഴിഞ്ഞ പ്രാവശ്യം ദുഃഖം ഇത്തവണ അങ്ങ് തീർത്തു. തന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാവോ? പിന്നെ എനിക്കറിയാം, ഒരു മലയുടെ മേളിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കൈത ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. വാട്സപ്പിന്റെ സ്റ്റാറ്റസ്. വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ആണോ പറഞ്ഞത്? ഫേസ്ബുക്കിന്റെ ആണോ? തന്റെ ഫേസ്ബുക്ക്. അപ്പൊ പച്ച ലൈറ്റും കത്തിച്ച് ഓൺലൈനിൽ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഏതാണ് പറയുന്നത്? എടോ, തന്റെ ബ്ലഡിന്റെ റിസൾട്ട് അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാവോ? എന്നാണ്? ഞാൻ പറഞ്ഞുതരാം. കൊളസ്ട്രോൾ ഹൈ, ഷുഗർ ഹൈ, തൈറോയ്ഡ് ഹൈ, സോഡിയം ഹൈ. തിരുമേനി ഏതില്ലത്തെയാണ്? തിരുമേനിയോ? അപ്പൊ എല്ലാത്തിനും ഒരു നമ്പൂരി ഭാഷ ഹൈ ഹൈ ഹൈ. അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ തന്റെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഹൈ ലെവലിൽ നിൽക്കുവാന്ന് പറഞ്ഞത്. അയ്യോ, എനിക്ക് ഹൈ ആണോ? ഹൈ ആണ്. കൊളസ്ട്രോൾ ഹൈ ആണോ? കൊളസ്ട്രോൾ ഭയങ്കര ഹൈ ആണ്. അയ്യോ, എനിക്ക് ടെൻഷൻ. ടെൻഷൻ കാര്യമായിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ നിന്ന് എല്ലാം വരുന്നത്. ഞാൻ വേറെ കോശിയോട് ഒരു കാര്യം ചോദിച്ചു. എന്നായിരുന്നു? ഈ റെഡ് മീറ്റിനോട് താല്പര്യമുണ്ട്? ഭയങ്കര താല്പര്യമായിരുന്നു. കോളേജിൽ പഠിക്കണ സമയത്ത് മുതൽ താല്പര്യം. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. എവിടെ? റെഡ് സ്ട്രീറ്റില്. അതാണ് ഞാൻ പറഞ്ഞത്. റെഡ് മീറ്റ് അതെന്നാ സംഭവം? അത് പോത്തിറച്ചി, ആട്ടിറച്ചി, പന്നിയിറച്ചി, അങ്ങനെയുള്ള ഇറച്ചികളൊക്കെ ഒഴിവാക്കണം. പന്നി, ആടെ ഞാൻ നിർത്താം, പക്ഷെ പോത്ത് നിർത്താൻ പറയരുത്. പോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പോത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയോ, പോത്തിന് ഫാറ്റ് ഉണ്ടോ? പോത്തിന് തൊഴുത്തല്ലേ, ഫ്ലാറ്റല്ലല്ലോ. അങ്ങനല്ലേ? ഫ്രിഞ്ചിന് കുത്തി ഞാൻ ഫ്ലാറ്റും തൊഴുത്തുമല്ലെന്ന്. പിന്നെ ഫാറ്റ് പോത്തിന് കൊഴുപ്പുണ്ട്. പോത്തിന് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പോത്തിനോട് പോയി പറ. എനിക്ക് മൂക്ക് കയറിയിട്ട് കൊടുക്ക്. എന്നോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? കുഴപ്പമില്ലടാ, കൊഴുപ്പ്. ഫാറ്റ് കൊഴുപ്പുണ്ടെന്ന്. അതാണല്ലേ? പോത്ത് അധികം കഴിക്കാൻ പാടില്ല, മനസ്സിലായോ? ആണല്ലേ? പോത്ത് കഴിച്ചാൽ വിഷയം ഉണ്ടാകും. ആണല്ലേ? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. നിങ്ങളെ ഈ ഭക്ഷണക്രമമൊക്കെ എങ്ങനെയാ? ഭക്ഷണത്തിൽ നിന്നാണ് ഇത് മെയിൻ വരുന്നത്. ആണല്ലേ? ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിട്ടയായ ഒരു ഭക്ഷണ രീതിയാണ് എന്റെ അപ്പച്ചൻ പഠിപ്പിച്ചാണത്. കൈകോട് കോശി ചിട്ടയായ ഭക്ഷണക്രമമുണ്ട്. അങ്ങനെയുള്ള വലിയ കുഴപ്പമില്ല. ചിട്ടയായ ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വിശ്വസിക്കുന്നത്? ഞാൻ രാവിലെ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ ഞാൻ പച്ചക്കപ്പ പുഴുങ്ങിയതും പോത്തുകറി കഴിക്കും. പോത്തുകറി? കൊള്ളാം. ഉച്ചയ്ക്ക് ഞാൻ ലേശം ചോറുണ്ണും കേട്ടോ. ലേശം ചോറുണ്ണാൻ കേട്ടോ. ഉച്ചക്കെങ്കിലും ലേശം ചോറുണ്ണണം. കറി എന്തായിരിക്കും? കറി ഞാൻ രാവിലത്തെ പോത്തുകറി ഇച്ചിരി അതിന്റെ കൂട്ടത്തിൽ കഴിക്കും. മിച്ചം ഉണ്ടായിരുന്നു? അതെ. കുഴപ്പമില്ല. പോത്ത് ഒലത്തി കഴിക്കും. ഒലത്തുണ്ടോ? ഒലത്തി കഴിക്കും. വൈകിട്ട് ഞാൻ 4 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി ഉണക്കക്കപ്പ പുഴുങ്ങിയത് കോട്ടി ഒലത്തി ഇതും കൂടെ കൂടി അതിന്റെ കൂട്ടത്തിൽ കഴിക്കും. കോട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാതല്ല, കുരുമുളക് ഇട്ടിട്ട് ഇങ്ങനെ. അത്താഴത്തിന് എന്ത് കഴിക്കും? അത്താഴത്തിന് ഞാൻ ചോറ് ഒഴിവാക്കും. അടിപൊളി. കോശി ചോറ് ഒഴിവാക്കും. എല്ലാരോടും എനിക്ക് അതൊരു ഉപദേശമായിട്ട് പറയണ്ട. രാത്രി ചോറ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കോശി ചോറ് ഒഴിവാക്കിയിട്ട് രാത്രി എന്താണ് കഴിക്കുന്നത്? 8ഓളം പൊറോട്ടയും 1/4 കിലോ ബീഫോ കഴിക്കും. ഇതിലിപ്പോ നീ ഒരു കാലം ചോറ് കയറ്റുന്നതായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ വേറെ കാര്യമുണ്ട് ചേട്ടാ. ഞാൻ രാവിലെ 5 മണിയാകുമ്പോ അലാറം വെച്ചാണ് അങ്ങ് എഴുന്നേക്കും.
കോശി കൊടുകൈ. ഇനി ഞാൻ സമ്മതിക്കല. രാത്രി ഇച്ചിരി ഫുഡ് അധികമായാലും ആ. രാവിലെ 5 മണിക്ക് എഴുന്നേക്കല്ലോ. അലാറം വെച്ച്. എന്നിട്ട് ചില പരിപാടിയൊക്കെ ചെയ്യല്ലോ. അതെ, അതെ. ആ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും? നടക്കാൻ പോകും. നടക്കും. നടക്കും. നടക്കും നല്ലതാണ്. രാവിലെ നമ്മൾ ലങ്സിനും ഹാർട്ടിനൊക്കെ നല്ലതാണ് രാവിലെ നടക്കുന്നു. അതാണ്. എത്ര കിലോമീറ്റർ നടക്കും? ഞാൻ 300 കിലോമീറ്ററോ? കിലോ- രാവിലെ കാസർഗോഡ് പോകണോ? കിലോമീറ്റർ അല്ല, 300 മീറ്റർ നടക്കും. 300 മീറ്ററോ? ആ, അപ്പൊ 300 അങ്ങോട്ടും 300 ഇങ്ങോട്ടും ടോട്ടൽ 600 മീറ്റർ. ഇല്ല ടോട്ടൽ 300. അങ്ങോട്ട് 150, ഇങ്ങോട്ട് 150. കോശി രാവിലെ ഈ അലാറം വെച്ച് ചാടി എഴുന്നേറ്റിട്ട് ആ. ഈ 150 മീറ്റർ ഇത് എവിടെ പോണ്? ഇറച്ചി മേടിക്കാൻ വേണ്ടി പോകണം. ഇറച്ചിക്കടയിലേക്ക് വീട്ടിലോട്ട് 150 മീറ്റർ വീട്ടിൽ നിന്ന്. അപ്പച്ചന് പോകാൻ പറ്റത്തില്ല. അപ്പച്ചന് എന്നാ പറ്റി? അപ്പച്ചന് കൊളസ്ട്രോൾ കൂടുതലാണ്. തന്നെ വെരിക്കോസ് വെയിനും കേട്ടോ അപ്പച്ചൻ കിടക്കുക. ആണല്ലേ? ആ. അപ്പച്ചനും പോത്താണോ? അല്ല അപ്പച്ചൻ പന്നിയാ. പന്നിക്കുണ്ടായ പോത്ത്. പോത്തിക്ക് മിസ്റ്റേക്ക് എന്നാൽ ഞാൻ അംഗീകരിച്ചു തരുവാ. നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പോത്തിറച്ചി കഴിക്കുമ്പോഴല്ലോ 50 നോയമ്പ് തുടങ്ങിയാൽ പിന്നെ വീട്ടിൽ പോത്ത് കേട്ടത്തില്ല. അടിപൊളി കേട്ടോ. ഒരു സാധനം വീട്ടിൽ കേട്ടത്തില്ല. അതിന് ഞാൻ എന്തായാലും ടേക്കിന്റെ തനിയും തന്നോ 50 ദിവസം ആ. ഈ പോത്തിറച്ചിയൊക്കെ മാറ്റി വെച്ചിട്ട് പച്ചക്കറി മാത്രം. പച്ചക്കറി മാത്രമല്ല പോത്തിറച്ചി കഴിക്കും. കടയിൽ പോയി കഴിക്കും. അത് ശരി. എന്നാ പിന്നെ അത് വീട്ടിലുണ്ടാക്കി കഴിച്ചാ പോരെ? സഭയിലറിഞ്ഞ വിഷയമാണ്. സഭയില് ഭയങ്കര വിഷയമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നത്. ഹോട്ടലിൽ കിച്ചുന്നതിന് സഭക്ക് കുഴപ്പമില്ല. സഭയ്ക്ക് അവിടെ വന്ന് ഇടപെടാൻ പറ്റിയല്ലോ. അത് ഞാൻ അങ്ങനെ പോകുന്നത്. പിന്നെ എന്നെ എനിക്കൊരു സംഭവം എന്നറിയില്ല. ഉള്ളത് പറയാട്ടോ, ഞാൻ എന്ത് സാധനം കഴിച്ചാലും എനിക്ക് സൈഡ് എഫക്റ്റാ. അതങ്ങനെ മനസ്സിലായി. ഞാൻ എന്ത് നോണോ എന്ത് സാധനം കഴിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഇവിടെ അങ്ങ് എഫക്ട് ചെയ്യുക. എന്നാലും കൊഴുപ്പടിഞ്ഞ് കൂടി കിടക്കുന്ന സമ്മതിക്കുന്നു കേട്ടോ. സൈഡ് എഫക്റ്റ് ആണ്. ഒന്ന് വേറെ കാര്യം ചോദിച്ചത് തന്നെ സാറേ, കുറച്ച് പേഴ്സണലാണ്. ഉള്ള കാര്യം എന്നോട് സത്യം പറയണം. ചോദിക്കും. ഈ പപ്പായയോട് താല്പര്യമുണ്ടോ? ഭയങ്കര താല്പര്യമായിരുന്നു. ഞങ്ങളൊരു 4 പേര് കൂടി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷെ പോകാൻ പറ്റിയില്ല. എവിടെ? പട്ടായയിലെ. പട്ടായ എനിക്ക് ജീവിത സ്വപ്ന അഭിലാഷമാണ്. കോശിക്ക് എന്തിന്റെ പ്രശ്നം പറഞ്ഞ? കൊഴുപ്പ്. ഇത് കൊഴുപ്പിന്റെ അല്ല. പിന്നെ ഞാൻ നിങ്ങളുടെ ഈ ലാബറട്ടറി കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് ഒരു ഉടായ്പ ഫീൽ ചെയ്യുന്നുണ്ട്. ഉടായ്പ ലാബറട്ടറി. കോശി ഈ ലാബറട്ടറിയെ കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. ഇത് തലമുറകളായിട്ട് കൈമാറി നടത്തുന്ന ഒരു ലാബറട്ടറിയാണത്. ആണോ? പിന്നെ ഇവിടെ സെലിബ്രിറ്റീസ് വരെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഏത് സെലിബ്രിറ്റി? ബിജുക്കുട്ടൻ. ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു ദിവസം ഞാൻ നോക്കാം ബിജുക്കുട്ടൻ വേർത്ത് കുടിച്ച് ഡോറും തള്ളി തുറന്ന് വന്ന് ഒരു പകച്ച മുഖമായിട്ട് നിൽക്കുവോ. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? എന്റെ പൊന്ന് രത്നാകരൻ ചേട്ടാ, എനിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴല്ലേ ഞെട്ടിപ്പോയത്. എന്നാ ബ്ലഡിൽ 3 സെഞ്ചുറി അടിച്ച് നിൽക്കുമല്ലേ. അതിനെ പുള്ളി ക്രിക്കറ്റ് കളിക്കാരനാണോ? അല്ലെന്ന് ഷുഗർ 300 കയറി നിൽക്കുന്നു. ഇത് കണ്ടതും പുള്ളി കണ്ടിട്ട് വെട്ടി വെക്കാൻ തുടങ്ങി. ടെൻഷൻ കയറിട്ട് ബിജുക്കുട്ടൻ. ഞാൻ പറഞ്ഞു എന്തിനു ബിജുക്കുട്ടാ ടെൻഷൻ, രത്നാകരൻ നിൽക്കുമല്ലേ. ഞാൻ ആ 300ന്റെ റിസൾട്ടിങ് മേടിച്ച് കമ്പ്യൂട്ടറിലേക്ക് കയറ്റിട്ട് ഒരു 150 ആക്കി അടിച്ചു. ആ മുഖത്തെ സന്തോഷം ഒന്ന് കാണാമായിരുന്നു. കൂളായിട്ടല്ലേ ഇവിടുന്ന് പോയത്. ഇപ്പൊ എല്ലാ തിങ്കളാഴ്ച എന്നെ വിളിക്കും. ഞാൻ ചേട്ടാ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് വരേണ്ടത്? ഞാൻ പറയും എന്തിനു ബിജുക്കുട്ടാ ഇങ്ങോട്ട് വരുന്നത്, ഷൂട്ടിങ്ങിൽ ശ്രദ്ധിക്കൂ, റിസൾട്ട് ഞാൻ ശ്രദ്ധിക്കാം. ബ്ലഡ് വേണ്ടേ? ബ്ലഡ് എന്തിനു? ബ്ലഡ് നേരത്തെ എടുത്ത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അതുകൊണ്ട് ആ റിസൾട്ട് 150 ഇരുന്നു അങ്ങനെ ഒരു ഇത് അടിച്ചു കൊടുക്കും. അത് വേറെ വിഷയം പറ്റും. ഈ സംഭവം എങ്ങനെയോ സംക്രാന്തി നസീർ അറിഞ്ഞു. പുള്ളി വിളിച്ചേക്കുന്നു, രത്നാകരൻ ചേട്ടാ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു അതിനെ ചെയ്യാമല്ലോ. അപ്പം അത് പറഞ്ഞാൽ കട്ട് ചെയ്തു. അടുത്ത ദിവസം വാട്സാപ്പിൽ റിസൾട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. അല്ല അപ്പൊ പുള്ളിയുടെ ബ്ലഡ് വേണ്ടേ? എന്തിനു? ബിജുക്കുട്ടന്റെ ബ്ലഡ് ഇരിക്കുമല്ലേ. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 പേരും സെലിബ്രിറ്റീസ് അല്ലേ, കലാകാരന്മാർക്കല്ല ഒരു ചോര എന്നാ പറയുന്നത്. അങ്ങനെ പറ്റൂലേ? അങ്ങനെ പറ്റും, അങ്ങനെ പറ്റും. ഞാൻ വേറെ കാര്യം പറയട്ടെ. എന്തോ ഞാനേ ഈ ഫാറ്റി ലിവർ ഉണ്ടോന്ന് നോക്കട്ടെ. അങ്ങനെ വിളിച്ചിട്ട് കിട്ടുവാണ് 2 കിലോ എനിക്കും കൂടെ പറഞ്ഞു. ലിവർ ഉണ്ടോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ലിവറാണോ നിനക്ക്? ബ്ലഡിൽ ഫാറ്റി ലിവർ, നീ പ്രശ്നം ഉണ്ടല്ലേ, കൊളസ്ട്രോൾ ഹൈ അല്ലേ. ഫാറ്റി ലിവർ ഉണ്ട്, ചെക്ക് ചെയ്യണം. നിന്റെ കുറച്ച് ചോര കൂടെ എനിക്ക് വേണം. അതിനകത്തിനാ? നിന്റെ ചീത്ത കൊളസ്ട്രോൾ കൂടി എനിക്ക്. ചീത്ത കൊളസ്ട്രോൾ നോക്കണ്ട, പൈസ കൊടുത്തിട്ട് നല്ല കൊളസ്ട്രോൾ നോക്ക്. ചീത്ത കൊളസ്ട്രോൾ എനിക്ക് അത്രയും ചീത്ത അല്ലടാ, അത്രയും ചീത്ത അല്ലടാ. കുറച്ച് ചോര എനിക്ക് ചെയ്യണം കേട്ടോ. ചോര ഞാൻ എടുക്കും, ഞാൻ അത് മേടിക്കും. ഞാൻ കേട്ടോ ഒത്തി അങ്ങ് കേട്ടിട്ട് ഞാൻ ഈ വലിക്കുന്നു. ഒറിജിനൽ സാധനമാണല്ലോ. എന്നാ രസാടാ ചോര ഓടി വന്നോണ്ടോ. പാമ്പഴിഞ്ഞ് വന്നു പറ്റോ ചോര വന്നെ. അപ്പോഴുണ്ടല്ലോ ഇത് റിസൾട്ട് വരാൻ ഒരു മണിക്കൂർ എടുക്കും. 1 മണിക്കൂറുണ്ടോ? 1 മണിക്കൂർ. ഒരു പണി ചെയ്യും. ആ തക്കത്തിന് ഞാൻ പോയി 2 പൊറോട്ട 1 ബീഫും കഴിച്ചിട്ടുണ്ട്. ഈ തക്കത്തിന് പോയി പൊറോട്ടയും ബീഫും കഴിക്കാൻ പോകണം. കോശി ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തോ ഈ പോത്ത് നിന്നോടും നിന്റെ കുടുംബത്തോടും എന്ത് ദ്രോഹം? ചേട്ടാ അതെന്നാന്നറിയോ, പോത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. അതിനാണോ അതിന്റെ ജീവൻ എടുക്കുന്നത്? ആണോ?
ഇവിടെ അനങ്ങിപ്പോലും ഇവിടെ റിസൾട്ട് വന്നവരെ ഇവിടെ അനങ്ങിപ്പോലും പോത്തിന്റെ കാര്യം ലാബിൽ മിണ്ടരുത് കേട്ടോ. പോയി നോക്കി ചീത്ത കുറച്ച് പോത്തിന്റെ കാര്യം നോക്കിട്ട് പറയും. ആരും ഇല്ലേ? ഹലോ ഹലോ ഹലോ, നിനക്ക് എന്തിന്റെ സൂക്കടാ? നിനക്ക് സൂക്കടാ? നിനക്കെന്തിനാ സുഖേട്? നിനക്കെന്തിന്റെ സൂക്കടാ? നിനക്കെന്തിനാ സുഖേട്? എടാ നിനക്കെന്തിന്റെ സൂക്കടാ? നിനക്കെന്തിനാ സുഖേടാ? എടാ ഞാൻ ചോദിച്ചു നിനക്കെന്തില്ല? അതിനാ നിനക്കെന്താ നിനക്കെന്താ സുഖേടാ? നിനക്കെന്തില്ല? നിനക്കെന്താ സുഖേടാ? നിനക്കെന്തില്ല? നിനക്കെന്തിനാ സുഖേടാ? നിനക്കെന്തിനാ സുഖേടാ? നിനക്കെന്തിനാ? നീ ആരാടി? നീ എന്താ സാറേ ഞാൻ മര്യാദക്ക് എന്താണ് ഇയാൾ എന്നെ ചോദിക്കണത് നിനക്കെന്താ സുഖേടത്? അതാ ഞാൻ ചോദിക്കുന്നത് നിനക്കെന്താ സുഖം? അപ്പൊ സാറും അയാളുടെ ടീമാണോ? ടീമോ ഇത് സുഖേടെന്ന് വെച്ച് ഇവിടെ ലാബിലൊക്കെ വന്ന് നിനക്ക് എന്താണ് അസുഖം, എന്താണ് സൂക്കേടെന്നാണ് ഈ ചോദിക്കുന്നത്. ആ സുഖേടായിരുന്നാ? പിന്നെ നീ ഏത് സൂക്കടാ ഞാൻ വിചാരിച്ചേ? പറ്റേ സുഖേട. സൂക്കടെന്ന് പറയുമ്പോ പറയടാ, പറയടാ. ഞാൻ മാത്രം ടെസ്റ്റ് ചെയ്യാൻ വന്നതാ. അത് ഇവിടെ നടക്കത്തില്ല. ഞാൻ ഈ ലോൺ എടുത്ത് ലാബ് ടെൻഡ് വെച്ചിരിക്കുന്നത് നീ നിന്റെ മാത്രം ടെസ്റ്റ് ചെയ്യാനില്ല. ഇവിടെ വന്നവരെ എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്യും. ഞാൻ മാത്രമല്ല, ഞാനേ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന്. ഞാൻ മൂത്രം ടെസ്റ്റ് ചെയ്യും. മൂത്രം കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എടുക്കെടുക്ക്. 1 2 3 4. നീ മുള്ളുന്ന മഴവിൽ കളറിലാണോ? പല കളറിൽ പല മൂത്രം ഈ സംഭവം അറിയാമോ? ഞങ്ങളുടെ കുറെ കൂട്ടുകാരന്മാരുടെ മൂത്രമുണ്ട്. ഒന്ന് എന്റേതാണ്. എനിക്കവിടെ ചെറിയ കളക്ഷൻ പോയിന്റ് ഉണ്ടേ. ഏതാ ഇതാണോ നിന്റെ? ഇതന്നെ മാറിയിരിക്കട്ടെ. ആണ്ടേ ഇതിലൊന്നും പേരില്ല കേട്ടോ. പേരില്ല? ആരെയെന്ന് അങ്ങനെ തിരിച്ചറിയത്? ദൈവമേ, പേര് എഴുതാതെ ഇവന്മാർ എന്തോ പരിപാടിയാണ് കാണിച്ചത്. പേരെഴുതി വെക്കാതെ എങ്ങനെയാണ് ആരും മൂത്രം അറിയുന്നത്? ആണോ? ഉറപ്പാണോ? ശരി സാറേ, ജീരക സോഡയുടെ കളറുള്ള മൂത്രം നോക്കി. ജീരക സോഡയുടെ കളറുള്ള മൂത്രം. ജീരക സോഡ ഇതല്ലേ? അതിന് ജീരക സോഡ ഇതാ. ഷിബു. ജീരക സോഡയുടെ ഷിബു. ഓക്കെ. ഷിബു അവിടെ ഇരിക്കുന്നു. ഈ ഉലുവ തിളപ്പിച്ച വെള്ളം പോലെ ഇരിക്കുന്നത് ആരുടെയാ? ഉലുവ തിളപ്പിച്ചാണെങ്കിൽ ഉലഹന്നാന്റെ ആയിരിക്കും. അവന്റെ അങ്ങനെ ഉലഹന്ന ഒരെണ്ണത്തിന് മൂത്രം ഇല്ല കേട്ടോ. അയ്യോ, കവറി കിടന്ന് ചരിഞ്ഞ് കളഞ്ഞു പോയി. ദൈവമേ, ഇത് രവീന്ദ്രന്റെ മൂത്രം. ഇവനാണെങ്കിൽ ഭയങ്കര ചൂടന. ഈ റിസൾട്ട് കൊണ്ട് ചെന്നില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. ഞാനിപ്പോ എന്ത് ടെൻഷൻ വേണ്ട. രവീന്ദ്രൻ റിസൾട്ട് കൊടുത്താൽ പോരെ? അത് നമുക്ക് റിസൾട്ട് കൊടുക്കാം. അതങ്ങനെ മൂത്രമില്ലല്ലോ. മൂത്രം ലാഭല്ലേ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് മതിയോ? എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമെന്നും ഇവിടെ വന്നെന്ന് തന്നെയല്ലേ. ഞങ്ങൾ ഒരു സംഭവം, ഒരു ആപ്പ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഓട്ടോ ഉണ്ടാ? ഓട്ടോ ആപ്പ് മൊബൈൽ ആപ്പ്. ഇങ്ങോട്ട് വരണ്ട. ആ ആപ്പിൽ കയറിയിട്ട് നമുക്ക് അതിൽ കുറെ മൂത്രത്തിന്റെ പിക്ചേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോർമൽ ആയിട്ടുള്ള ഒരു തെളിഞ്ഞ മൂത്രം, മഞ്ഞപ്പിത്തുള്ളവന്റെ മഞ്ഞമൂത്രം, ഇത്തിരി ഇൻഫെക്ഷൻ ഉള്ളവന്റെ കലങ്ങിയ മൂത്രം, കവട്ടടിക്കുന്നവന്റെ കരിയോയിൽ പോലുള്ള മൂത്രം. അപ്പൊ ഇതെന്ത് ചെയ്ത് നമ്മൾ ആപ്പിൽ കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മൂത്രം സെലക്ട് ചെയ്യുക, പേയ്മെന്റ് ഓൺലൈൻ ചെയ്യുക, റിസൾട്ട് വീട്ടിൽ വരും. ഓഫർ എന്തെങ്കിലും ഉണ്ടോ? ഓഫർ അത് നമ്മുടെ വാഗമണ്ണിൽ പോയാൽ മതി. ഓഫ് റോഡല്ല, ഇത്രയും മൂത്രം ഒരുമിച്ച് ടെസ്റ്റ് കൊണ്ട് വന്നാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ഓഫറുണ്ട്. പൂജയുടെ ഓഫർ കിടപ്പുണ്ട്. പൂജ കഴിഞ്ഞല്ലോ. പൂജ കഴിഞ്ഞെങ്കിലും ഓഫർ തീർന്നിട്ടില്ല. ഓഫറുണ്ട്. ഷുഗർ, പൾസർ, കൊളസ്ട്രോൾ. പൾസർ അല്ലടാ, പ്രഷർ, കൊളസ്ട്രോൾ നോക്കുന്നവർക്ക് എക്സ്റേ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കും. എനിക്കിപ്പോ എക്സ്റേ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നീട് ആവശ്യം വന്നാലോ? പിന്നീട് ആവശ്യം വരത്തൊന്നുമില്ല. വരുമെന്ന്. വീട് ഓടാണോ ടെറസാണോ? ഓടാണ്. അപ്പൊ ആവശ്യം വരും. മഴ പെയ്യുമ്പോ ചോർച്ച ഉണ്ടാവും. എക്സ്റേ തിരികെ കൊടുക്കാം. എന്റെ ആ ചീത്ത കൊളസ്ട്രോൾ നിങ്ങൾ നോക്കാന്ന് പറഞ്ഞു. അതൊന്ന് സംഭവം നോക്കി പറയാലോ. ഇവന്റെ മൂത്രം എടുക്കും. അവന്റെ മൂത്രം ടെസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. മൂത്രം ടെസ്റ്റ് ചെയ്ത ചീത്ത കൊളസ്ട്രോളല്ലേ? ചീത്ത കൊളസ്ട്രോളിന്റെ റിസൾട്ട് ഇപ്പം വന്നു കാണും. വന്നിട്ടുണ്ട്. നമ്പൂരിയല്ല, ഹൈ റേഞ്ച് നിൽക്കുവാന്നാ പറഞ്ഞത്. കൊളസ്ട്രോൾ ഹൈ ആണ്. ഇത് പുള്ളിയുടെ മൂത്രം ടെസ്റ്റ് ചെയ്തിട്ട് പോരെ. മൂത്രം ടെസ്റ്റ് ചെയ്തിട്ട് പോരെ. ഞാനിപ്പോ ടെസ്റ്റ് ചെയ്തോ നിന്റെ മൂത്രം? ഏതെങ്കിലും എടുത്തോണ്ട് പോ, എന്തായാലും കണക്കല്ലേ. കൊളസ്ട്രോൾ ഹൈ ആണല്ലേ? പിന്നെ ഭയങ്കര ഹൈ ആണ്. പൊന്നു ചേട്ടാ, കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ പണി കിട്ടും കേട്ടോ. എന്റെ പട്ടി പോവും. നല്ലപ്പോ പണി കിട്ടിട്ട് ഞാൻ പോയിട്ടില്ല. പിന്നെയാണ് ജോലിക്ക് പോണ കാര്യമല്ല. പിന്നെ എന്താണ് നിങ്ങളുടെ ഹാർട്ടില് ബ്ലോക്ക് വരും. ബ്ലോക്ക് ആണോ? പിന്നെ സംശയമുണ്ട്. കാര്യം ചോദിച്ചോ. എനിക്ക് ബ്ലോക്ക് വരും. പെട്ടെന്ന് വന്നേ ഇങ്ങോട്ട്. അതെ, ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? മേൽപ്പാലം വഴി പോയാൽ മതി. മേൽപ്പാലം വഴിയോ? ആ താഴത്തെ ബ്ലോക്ക് മേൽപ്പാലം. അല്ലെ പിന്നെ ബൈറൂട്ട് കയറി പോണം. അത് ചുറ്റാ. അതല്ലെന്ന്, ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നൊരു പേടി. അതിന്റെ ലക്ഷണം എന്താണെന്നാ ചോദിച്ചത്. എനിക്ക് ടെൻഷനായി. എനിക്ക് ബ്ലോക്ക് വരുമോ?
ഈ ലക്ഷണം എന്ന് പറഞ്ഞാലേ നമ്മൾ വെട്ടി വേർക്കും. അതാണോ ലക്ഷണം? അത് ലക്ഷണം. അയ്യോ എന്നാ എനിക്ക് ബ്ലോക്ക് വരും. എനിക്ക് ഉറപ്പാണ്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. എനിക്ക് എല്ലാ ഞായറാഴ്ചയും ഞാൻ വെട്ടി വേർക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ച ഇതിന്റെ മറ്റേ പിരിവുകാരനാണ് എല്ലാ ഞായറാഴ്ച വരെ. എല്ലാ ഞായറാഴ്ച 4 മണിയാകുമ്പോൾ ഞാൻ വെട്ടി വേർക്കും. 4 മണിക്ക് നീ എന്നാ ചെയ്യുമ്പോഴേ വെട്ടി വേർക്കണേ? ഞാൻ എല്ലും കപ്പയും പുഴുങ്ങിയത് ചൂടോടെ കഴിക്കും 4 മണിക്ക്. അപ്പൊ ഞാൻ എല്ലും കപ്പയും കയറ്റുമ്പോ വെട്ടി വേർക്കണ കാര്യമാണോ പറഞ്ഞത്? എടാ നിലച്ചിരിക്കാതെ നമ്മൾ വെട്ടി വേർക്കും, കാലും കൈയൊക്കെ പെരുത്ത് കയറും, പിന്നെ മുതുകും പുറത്തൊക്കെ സൂചി കുത്തണ പോലെ വേദന എടുക്കും. അതാണ് അറ്റാക്കിൽ. അങ്ങനെ വിഷയിരിക്കില്ല. ഇല്ല അങ്ങനെ വിഷയിരിക്കില്ല. പക്ഷേ വിഷയം ഉണ്ടാ, ഇനി വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിനക്ക് ചീത്ത കൊളസ്ട്രോൾ ഹൈ അല്ലേ? അതെ. അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. നിന്റെ മൂത്രത്തിന്റെ റിസൾട്ട് വന്നിട്ടോ? നോക്കട്ടെ നോക്കട്ടെ. ആ നിന്റെ പേരെന്താന്ന് പറഞ്ഞ? രഘു. ഇന്ന് മുതൽ നീ രഘുവല്ല, പിന്നെ ലഡു. 600 ഷുഗർ. 600 ഷുഗർ. അയ്യോ 600 ഷുഗർ. ഞാനിപ്പോ എന്തോ ചെയ്തു സാറേ? നീനിപ്പോ ഒന്നേ ചെയ്യാനുള്ളൂ, ഉറുമ്പിന്റെ കണ്ണി പെടാതെ നടക്കുക. ഉറുമ്പ് കണ്ടാ നിന്നെ കൊണ്ടുപോയി 3 തലമുറ നിന്നെ വെച്ച് ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി മേലെ പഞ്ചസാര ഉപയോഗിക്കില്ല. പഞ്ചസാര ഒഴിവാക്കണം. പഞ്ചസാര കഴിച്ചിട്ട് 600 ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പറ്റിയ ആളാ ഉദ്ദേശിക്കണം. നിന്നെ കൊളസ്ട്രോൾ വന്ന് നീ ചകറായിരിക്കുക. ബീഫ് മുഴുവൻ കഴിച്ചു. ബീഫ് കഴിക്കരുത്, അറിയാവോ? ബീഫാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. എല്ലാരും കാക വെച്ച് ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ഇന്ന് മുതല് പോത്തിറച്ചി കഴിക്കൽ ഞാൻ നിർത്തി, ബീഫ് കഴിക്കൽ ഞാൻ നിർത്തി. സത്യം സത്യം സത്യം. നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാ കടകളിലും ബീഫേ ഉള്ളൂ. നമ്മുടെ ലാബിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. 5 ടൈപ്പ് ബീഫാണ്. നല്ല കുരുമുളക് ഇട്ട് ചൂടാക്കിയ ബീഫ്, തേങ്ങാപ്പാലൊഴിച്ച ബീഫ് കറി, പിന്നെ ബീഫ് സ്റ്റൂ. എന്റെ പൊന്ന് എന്തോരം ടേസ്റ്റ് ആണെന്നറിയോ? നാളെ മൂലം ഞാൻ നിർത്തുവാ. കുറച്ചു മുമ്പ് ഇങ്ങനെ അങ്ങ് പോട്ടെ, ഇന്നും കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ. അതെ, എല്ലാ മലയാളികളും കുഴപ്പമില്ല. ഇന്നും കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ. നാളെ ഇത് തന്നെ പറയും, ഇന്നും കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ. അല്ലേ? ഇവിടെ ബീഫ് ഇങ്ങനെ വട്ടി വലിച്ച് കഴിക്കുന്നത് പ്രശ്നമാണ്. അസുഖം വരും. ഭക്ഷണത്തോട് ആർത്തി പാടില്ല, മൂക്കും കുത്തി വീഴരുത്. നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യണം. സമ്മതിച്ചു. അതാണ്. വിളിക്കുന്ന ആരാണ്? ഹലോ. ഇല്ല, ഇങ്ങോട്ട് സംസാരിക്കണ്ട. ഞാൻ പറയണ അങ്ങോട്ട് കേട്ടാ മതി. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. ഇതിനൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കാര്യമില്ല. 36 വർഷമായില്ലേ തെറ്റിക്കണ്ടേ ഇത്? ഇല്ലില്ല, കട്ട് ചെയ്തു. ഞാൻ അങ്ങോട്ട് വരും. മറുപടി ഞാൻ അവിടെ വന്നിട്ട് തരാം. കട്ട് ചെയ്തു. ചേട്ടാ, ഇത് ആരോടാ ഈ ഫോണിലൂടെ ചൂടാവണ? ആരോടാ? വെല്ലുമുള്ള. എന്താ പ്രശ്നം എന്താണ്? 36 വർഷമായി അവളെ എന്റെ കൂടെ കൂടിയിട്ട്. ഉച്ചയ്ക്ക് ബീഫ് ഇല്ലാതെ ഞാൻ ചോറിനില്ലെന്ന് അവക്കറിയാവുന്നോ? ഇപ്പൊ വിളിച്ചൂടെ ഇന്ന് ബീഫ് കിട്ടിയില്ലെന്ന്? അപ്പൊ 36 വർഷമായിട്ട് പോത്തിറച്ചി തിന്നുവാണ്. അപ്പൊ സാറിന്റെ കൊളസ്ട്രോൾ എത്രയാണ്? നല്ല കിടുക്കാച്ചി സ്കിറ്റ്, ഒരു നല്ല കൈഡി. ചേട്ടാ ഗംഭീരൻ. എനിക്ക് നിങ്ങൾ വന്ന് നിൽക്കുമ്പോഴുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നും കൊണ്ടല്ല, അത്രയും നല്ല നല്ല സ്കിറ്റുകൾ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം. തുടക്കത്തിൽ തന്നെ ബാസിയും പോൾസനോട് വന്ന് നിന്നിട്ട് ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതൊരു 1.5 സംഭവമായിരിക്കും. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ. ഈ പോത്തിലെ സ്നേഹമുണ്ടല്ലോ, മലയാളിയുടെ പോത്തിനോടും പൊറോട്ടയോടും ഉള്ള സ്നേഹം. സത്യം. ഇതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് കൂടുതലും എത്രയോ ആളുകൾക്ക് കൊളസ്ട്രോള് കാര്യങ്ങൾ. അതുപോലെ ബിജുക്കുട്ടൻ വിളിച്ചു പറയുന്നത് ബിജുവിന്റെ ടെൻഷൻ, ഇതൊക്കെ എനിക്കറിയാവുന്ന ആളായോണ്ട് റിസൾട്ട് തിരുത്തണം. അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഇതിനെ ഇങ്ങനെ പൊലിപ്പിച്ച് നീ നാളെ തൊട്ട് ഷുഗറിന്റെ മറ്റേ പരസ്യമില്ലേ, അവരൊക്കെ എന്നെ വിളിച്ചു കൊടുക്കും മരുന്ന് തരാന്ന്. എനിക്ക് ഷുഗർ ഒന്നും ഇട്ടാ. ലാബിന്റെ കൊളാബ്. പിന്നെ എനിക്ക് പ്രത്യേകം ബാസിയോടും പോൾസിനോടും നന്ദി പറയുന്നത്, അനീഷിന് ഇങ്ങനെ ഒരു റോള് കൊടുത്തതിലാണ്. ഒരു കാമിയോ റോള്, നല്ല രസമായിട്ടുള്ള ഒരു കുറച്ച് മുഹൂർത്തങ്ങൾ നിങ്ങൾ ഇതിനകത്ത് അനീഷിനെയും കൊണ്ടുവന്നിട്ടുണ്ടാക്കി. 3 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്. ബാസി, അനീഷ്, പോൾസ, ഞാനൊരു കാര്യം പറയാം. കാരണം നമ്മൾ ഈ കണ്ടന്റ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ പല ആളുകൾ, പല ടീമുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു കണ്ടന്റ് തന്നെ പല പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് ആവർത്തന വിരസത വരും. പക്ഷേ അത് ഇല്ലാതെ നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോയി എന്നുള്ളതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം ഒരു തമാശ പോലും നമ്മുടെ ടീം എടുത്താക്കണ ഒരു തമാശ പോലും ഇതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ആ ഹൈ എന്നല്ലാതെ, പക്ഷേ ഇതിനകത്ത് ഭയങ്കര ആപ്റ്റായിരുന്നു ഹൈ എന്നുള്ള സംഭവം. ആ ഹൈ എന്നുള്ള സംഭവം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ വേറൊരു വിറ്റും കൗണ്ടറും ഇതിനകത്ത് നിങ്ങൾ തൊട്ടിട്ടില്ല. എല്ലാം ഫ്രഷ് സാധനം വരുന്നു.
നിങ്ങളെ കാണുമ്പോൾ പോൾസിനെയും അതുപോലെ അനീഷിനെയും നമ്മുടെ ബാസിനെയും കാണുമ്പോൾ ജനങ്ങൾക്കൊരു ഹൈപ്പുണ്ട്. ആ ഹൈപ്പ് കുറക്കാതെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പെർഫോം ചെയ്ത്, അത് വലിയൊരു കാര്യമാണത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു 10-15 വർഷത്തിന് മുമ്പാണെങ്കിൽ ഇത് ചിലവർക്കാ മനസ്സിലാവുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ സാധാരണക്കാർക്കും താഴെയുള്ളവർക്കും മുകളിലുള്ളവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ലാബറട്ടറി എന്ന് വെച്ചാൽ. കാരണം എല്ലാവരും സ്ഥിരമായിട്ട് പോകുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും. അതെ അതെ, ആ ഒരു സബ്ജക്റ്റ് എടുത്തതും അത് ഗംഭീരമാക്കിയാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. നിങ്ങൾ നമ്മുടെ പ്രേക്ഷകരോടും ഈ വേദിയോടും നിങ്ങളോടും നിങ്ങൾ നീതി പുലർത്തുന്നുണ്ട് സ്ക്രിപ്റ്റ് തപ്പിയെടുക്കുന്ന കാര്യത്തിൽ. ഇത് ഞാൻ വേണമെങ്കിൽ പറയും, ഇത് ആർക്കോ ഇത് നിങ്ങളിൽ 3 പേരിൽ ആർക്കോ ഉണ്ടായ ഒരു അസുഖത്തിൻ്റെ പ്രചോദനമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. കൊളസ്ട്രോളൊക്കെ എങ്ങനെ? അല്ല, അങ്ങോട്ടൊന്നും പോകണ്ട. ഇങ്ങേറ്റത്ത് നിൽക്കുന്ന ആശാൻ പോത്തിന്റെ മെയിൻ ആളാണ്. പുള്ളിയുടെ ആത്മകഥയായത്, അവന്റെ ആത്മകഥയാണ്. നിന്നോട് ഈ പോത്തുകൾ എന്ത് ചെയ്യാതാ, നിന്നോട് കുടുംബത്തിനോട്. അല്ല, അത് മാത്രമല്ല, എന്നിട്ട് അവരെ പ്രതിപാദിച്ച് സ്കിറ്റും ഉണ്ടാക്കിക്കൊണ്ട്. അല്ല, സത്യമായ ഒരു കാര്യമാണ്. ഇവൻ നല്ലോണം ബീഫ് കഴിക്കും. പോത്തില്ലെങ്കിൽ അവന് ഭക്ഷണം ഇറങ്ങാത്ത ഒരാളാണ്. അപ്പൊ അതങ്ങനെ തിന്ന് എവിടെയോ പോയി പരിശോധിച്ചിട്ട് പുള്ളി പണി കിട്ടും. കൊളസ്ട്രോള് കൂടുതൽ, ഫാറ്റ് ലിവർ കൂടുതലാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ചൊരു ദിവസം. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ ആഹാരം കഴിക്കുന്നില്ല, വെയിറ്റേറിനാക്കി ഫുള്ള്. മധുരം കഴിക്കുന്നില്ല, വിത്തൗട്ട് ചായ കുടിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് ഞാൻ കോട്ടയത്ത് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു ലാബിൽ കൊണ്ട് ഫാറ്റ് ലിവർ ചെക്ക് ചെയ്ത് കുറവാണെന്ന് അറിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ഹാപ്പി ആയത്. അപ്പോൾ അതിൽ നിന്നാണ് ഇതിൻ്റെ ഉരുത്തിരിവല്ലേ? സത്യമല്ലേ? ഫാറ്റ് ലിവർ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അത് ഇത് രക്ഷപ്പെട്ടത്. എന്തായാലും നിങ്ങളാ എടുത്ത കണ്ടന്റ്, ആ കണ്ടന്റിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളും ഘടകങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട്. കാര്യം നിൽക്കുന്നതിൽ 3 പേർക്ക് ലാഭമായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. വല്ലപ്പോഴും അങ്ങനെ പോയിരുന്നു ബ്ലഡ് ചെക്ക് ചെയ്യുന്നല്ലാതെ അതിൻ്റെ അകത്ത് പറയേണ്ട മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ട് കേട്ടോ. നിങ്ങൾ അതിലുപരി നിങ്ങൾ 3 പേരും നല്ലൊരു ടീമാണിപ്പോൾ. ഗംഭീരമായ ടീമാണ്. കാര്യം അതിങ്ങനെ ആയി. ഇനിയിപ്പം നിങ്ങൾ തന്നെ മുമ്പോട്ട് വരുവുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചിന്തിക്കാനായിട്ട് നിങ്ങൾ തന്നെ നിൽക്കല്ലേ. കാര്യം സ്ക്രിപ്റ്റിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ 3 പേര് ഒരുമിച്ചിരിക്കാറുണ്ട്. ഇവിടെ വരുന്ന പല ടീമുകളിലും ഒരു പ്രധാനപ്പെട്ട ടീമാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾക്ക് നല്ല നല്ല സാധനങ്ങൾ തപ്പിയെടുക്കാനും നല്ല നല്ല കൗണ്ടർ തപ്പിയെടുക്കാനും കഴിയും. അതിൻ്റെ തെളിവാണ് ഈ സ്കിറ്റ്. പനിയായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം. കയ്യിൽ പറയാൻ പറ്റുന്ന വീണ്ടും ടെൻഷനായി. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം, ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ട് കാര്യങ്ങളെല്ലാം ബാക്കി ഇവർ പറഞ്ഞില്ലേ, നന്നായിരുന്നു. നല്ല സ്കിറ്റാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് 3 പേര്. താങ്ക് യു. നസീർക്ക് ഞാനൊരു 17,000 രൂപ കൊടുക്കുകയാണ്. 17,000 രൂപ. ബിജുക്കോട്ട് ചേട്ടാ? ഞാനും കുറക്കുന്നില്ല. ഇക്ക പറഞ്ഞ 17,000 രൂപ. 34,000 രൂപ. ബക്രി ചേട്ടാ അയച്ചോ? ടോട്ടൽ എമൗണ്ട് സിൽവർ പഞ്ച് അടിച്ചിട്ടുണ്ട്. സന്തോഷം, അടിപൊളി. സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്കിറ്റ് ഉണ്ടാക്കിയ ഒരു പൂക്കുറ്റിക്ക് കുറച്ച് എന്തോ അസുഖം ലാബിൽ വിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്, കത്തിയിട്ടില്ല. കോൾസൈറ്റിൽ തുടങ്ങാം. അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്കിറ്റ്. അതിനുള്ള പൈസ ഞാൻ ലാബിൽ മുടക്കിയിട്ടാണ് കാര്യങ്ങൾ പഠിച്ചിട്ട്. സന്തോഷം. അനീഷ് ബ്രോ പറയൂ. ഹാപ്പിയാണ്, സന്തോഷമാണ്. പോൾസൺ ചേട്ടൻ ജീവിതം വെച്ച് കളിച്ചതാണ്. പുള്ളിയുടെ അത് നമ്മളോട് ഇരിക്കുമ്പോൾ പറയുമായിരുന്നു, ഞാൻ ഇറച്ചി മേടിക്കാൻ വേണ്ട കടയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു. ആ ഇറച്ചി കടക്കാരൻ പോൾസണെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നല്ല പീസ് നോക്കി കട്ട് ചെയ്യും, ഇല്ലെങ്കിൽ പണി കിട്ടും പുള്ളിക്ക്. അത്ര പേടിയായിരുന്നു. പുള്ളിയുടെ കടയുടെ പരസ്യമായിട്ടൊക്കെ പറയും, പോൾസണൊക്കെ ഇവിടുന്ന വന്ന് മേടിക്കുന്ന പുള്ളി കോമഡി കണ്ടോ, അങ്ങനെയൊക്കെ പുള്ളി ചെയ്യുമായിരിക്കും. അല്ല, അനീഷിന്റെ കാര്യം ഒന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അനീഷ് ലാസ്റ്റാണ് ഈ ഇവരുടെ സ്കിറ്റിൽ വരുന്നത്. എപ്പോഴും ലാസ്റ്റ് ആയിരിക്കുള്ളൂ. കാരണം ഇതുവരെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോ എന്ന് തോന്നിയിട്ടില്ല. മിക്കവാറും സ്കിറ്റുകളിലൊക്കെ ലാസ്റ്റ് വന്നിട്ട് ചെറിയൊരു, പക്ഷെ അതെ ആ ഒരു പെർഫോമൻസ് എടുത്ത് പറഞ്ഞോട്ടോ. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നു സിനിമക്ക് പറ്റിയതാണ്. പറയൂ. സന്തോഷം. അത് മനസ്സിലാവും. 75,000 കിട്ടിയ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാലോ. അടിച്ചു പൊളിക്കണം. ലാഭമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? ലാഭമായിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ പോയ റിലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി കുറച്ച് നാളെ നമ്മൾ ലാബിൽ നിന്ന് ഇറങ്ങാതെ അങ്ങനെ പ്രത്യേക സൂക്കട് ഇല്ലാത്ത ഒരാളാ. ഇരിക്കട്ടെ. അപ്പൊ നിങ്ങള് പുതിയ സ്കിറ്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുക, പുതിയ സംഭവങ്ങളായിട്ട് വരിക, ഒരുപാട് കൗണ്ടറുമായിട്ട് വരിക, കാശ് വാങ്ങിച്ചിട്ട് പോവുക. ഓക്കെ ഓക്കെ ബ്രോ, ശരി. ഓക്കെ.
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റംമാരുടെ ടീം നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് വരുന്നത്. ചെറുതുകൾ, കുഞ്ഞിക്കാട്ടികൾ. പക്ഷെ അറിയാലോ, അനിരുദ്ധുണ്ട്, തീർത്ഥയുണ്ട്, ആര്യരത്തിനുണ്ട്. ഒരു നല്ല കൈഡി. എന്റെ സതി, ഇത് വല്ലാത്ത ചതിയായി പോയി. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ കണ്ടപ്പോ ഞെട്ടിയെ? പേടിച്ചവനെ ഞെട്ടാതെ ശൃംഗരിക്കാൻ പറ്റൂ? അയ്യോ, ശൃംഗരിക്കാൻ പറ്റിയൊരു മുതല്. ഭാഗ്യം. നിങ്ങൾ അറബിക്കടലല്ല, പിന്നെ അടൽക്കരണ്ടല്ലോ. നിങ്ങൾ തല്ലി കൊല്ലു ഞാൻ. നിങ്ങൾ ഇത് കേൾക്കണം. ഇങ്ങനെ 2 ആഴ്ച മുമ്പ് ചിക്കൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയി. അവിടുന്ന് കാള ബിജു എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ കയറി തല്ലിയതിന് ശേഷം അറിയുന്നത് അങ്ങേരെ അവിടുത്തെ ഉണ്ടായിരുന്നു. അന്നോട്ട് പേടിച്ച് പെരക്കകത്ത് കയറിയിരിക്കാൻ തുടങ്ങിയതാ. എല്ലാ എന്റെ വിധി, അല്ലാതെ എന്ത് പറയാൻ. അല്ല മനുഷ്യ, നിങ്ങൾ ശരിക്കും എന്തിനാ കാര്യം തല്ലിയത്? അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞോണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ തല്ലുവോ? ആ തല്ലും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം അങ്ങനെ പറഞ്ഞത്? അയാള് പറയല്ലേ, നിനക്ക് തങ്കക്കുടം പോലത്തെ ഒരു ഭാര്യയല്ലേ കിട്ടിയിരിക്കണേ, ഇനി എന്ത് വേണമെന്ന്. അത് സത്യമല്ലേ ഏട്ടാ? അയ്യോ, മൺകുടാണോ തങ്കക്കുടാണോ അറിഞ്ഞൂടാത്ത കുറെ എണ്ണം ഉണ്ട്. ഒറ്റ ഒരെണ്ണം ഞങ്ങൾ കൊടുത്ത്. അല്ല പിന്നെ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നല്ലേ? ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. അല്ല, നീ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്? അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ലാന്ന്. എന്റെ സതി, ഇത് കൊല്ലാത്ത ചളിയായി പോയി. അതെ, ഈ സതി ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. നീ വാക്ക് പറഞ്ഞ പാരഗ്രാഫ് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു മനുഷ്യ, ആ കാള ബിജുവിനെ ഓർത്ത് മാത്രം ഞാൻ നിങ്ങളെ വെറുതെ വിടുക. അത് തിന്നി. ചേട്ടാ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ, ഞാൻ തല്ലിയാ നിങ്ങൾ ചത്തു. പിന്നെ ആ കാള ബിജു പാവം പ്രതികാരം ചെയ്യാൻ പറ്റാതെ ചമ്മി നടക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു സഹതാപം, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. എന്റെ പൊന്നു മനുഷ്യ, അതൊരു പൂച്ചയാ. പൂച്ചയെ കണ്ടിങ്ങനെ പേടിക്കാതെ പോയാ പൂച്ച എങ്ങാനും ഓട്ടിക്ക്. പോ ഓട്ടിക്കാം. ഇതെന്താ ഇങ്ങനെ നടക്കണേ? നീയേ കഴിഞ്ഞ ആഴ്ച പൂച്ചക്കിട്ട് ഒരു എറിഞ്ഞില്ലേ? അത് നേരെ കൊണ്ടോ എന്റെ മുതുകില്ല. അതിന് ആര് പറഞ്ഞാ പൂച്ചക്കിട്ട് എറിഞ്ഞാന്ന്? ഞാൻ നിങ്ങൾക്കിട്ട് എറിഞ്ഞ തന്നെയാ. ആ പൂച്ച ഇവിടെ ഉണ്ടാക്കുന്നേക്കാൾ ഉപദ്രവാ നിങ്ങൾ ഈ വീട്ടിൽ കിടന്നുണ്ടാക്കുന്നത്. പോയി പൂച്ച എങ്ങാനും ഓട്ടിക്ക്. പോ. അടുത്ത് ഇറക്കി മുമ്പ് വലിഞ്ഞേക്കാം. ഹലോ, ആ അച്ഛാ, ഒരു കുറവുമില്ലെന്നേ. അതി പിന്നെ ഫുള്ള് പേടിയാ. അവരിതൊക്കെ അറിയോ? ശരിയാവോ? ഓ, എന്റെ ഏട്ടന്റെ അസുഖം മാറെങ്കിൽ ഒരു ദിവസമല്ല, അവൻ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നോട്ടെ. അച്ഛാ ശരി, വേഗം പറഞ്ഞു വിടണേ. എന്റെ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ ചേട്ടന്റെ അസുഖങ്ങളൊക്കെ മാറണേ. എല്ലാ ധൈര്യക്കുറവും മാറിയിട്ട് നല്ല ധൈര്യം കൊടുക്കണേ. പക്ഷെ എന്നോടുള്ള പേടി മാത്രം കുറക്കില്ലേ, നല്ല രീതിയിൽ ഭഗവാനെ. എന്തിനാ ചേട്ടാ പൂച്ചകൾ കടിപിടി കൂടിയത്? നീ 2 കഷ്ണം മീൻ പൊരിച്ചു വെച്ചില്ലേ? അതിലൊരു മീൻ ആ പൂച്ച എടുത്തോണ്ട് പോയി. എന്നിട്ട് നിങ്ങൾ അതിനെ പോയി ഓട്ടിച്ചില്ലേ? ഞാൻ ഓട്ടിച്ചു വിടണം. എന്റെ മീൻ അവിടെ സേഫ് ആയിട്ടിരിപ്പുണ്ട്. നിന്റെ ഭർത്താവിനാണ് പൂച്ച എടുത്തോണ്ട് പോയത്. വേണമെങ്കിൽ എന്റെ മീൻ പപ്പാതി ചേർത്ത് തരാം. ഓട്ടിച്ചു വിടണോ? പോ. താനാണ് പേഷ്യന്റ്. തനിക്ക് എപ്പോഴാണ് ഈ പേടി തുടങ്ങി? ഈ പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം
കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ബേസിലെന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അപ്പൊ ഒരു മിനിറ്റ്. അതെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിർത്തി പറയണം. പറയുന്നത് കേൾക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാവണം. ഓക്കെ? നിങ്ങൾ കോമഡി പരിപാടിയിലെ ജഡ്ജാണോ? അല്ല, എന്താ? പൊതുവെ അവരാണ് ഈ വർത്താനം പറയാറുള്ളത്. പേഷ്യന്റ്? അതെ, ഞാനാണ് പേഷ്യന്റ്. അല്ല, ഈ സ്ത്രീജനങ്ങളോട് മാത്രം സംസാരിക്കുന്ന താൻ ആരാണ്? സന്തോഷ. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ സന്തോഷമാണെന്ന് മനസ്സിലായി. തന്റെ പേരാണ് ചോദിച്ചത്. പേരാണ് ഞാൻ പറഞ്ഞത്. സന്തോഷ് മോട്ടിവേഷൻ സ്പീക്കറാണ്. കേട്ടിട്ടില്ലേ? ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. സംഭവം അല്ല, ചേട്ടന് ഇപ്പൊ ധൈര്യം ഭയങ്കര കുറവല്ലേ? ചേട്ടന്റെ ധൈര്യം കൂട്ടാൻ വേണ്ടി എന്റെ അച്ഛൻ പറഞ്ഞു വിട്ടതാ മോട്ടിവേഷൻ സ്പീക്കർ. എന്താ എന്റെ അച്ഛൻ പറഞ്ഞു വിട്ടാണോ? ആ, അയ്യോ, എന്റെ ഉള്ള ധൈര്യം കൂടെ പോയേ. ചേട്ടോ ഇദ്ദേഹം അങ്ങനെ പേടിക്കണ്ട. ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഏതൊരാളെയും ഞാൻ റെഡിയാക്കി സെറ്റാക്കും. എല്ലാരും സെറ്റാക്കൂ. കഴിവുള്ളവർ സെറ്റാവും, അല്ലാത്തവ അപ്സെറ്റ് ആവും. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? സുരേഷ്. സുരേഷ് കേക്കേ? അയ്യോ, സുരേഷ് കേക്കല്ല, കേക്കേ സുരേഷ്. ഇനിച്ചില് പറഞ്ഞതല്ല, ഞാൻ പറയണ അങ്ങോട്ട് കേക്കായി. ഈ ഇടയ്ക്ക് ഒരു കാര്യം പറയണ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മിസ്റ്റർ സുരേഷ്. ഞാൻ പറയണത് ഇദ്ദേഹം അതുപോലെ കേട്ടില്ലെങ്കിൽ ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനാണ് വന്നത്, അല്ലാതെ താൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്നതല്ല. എടി, ശരിക്കും സ്പീക്കർ തന്നെ. അവന്റെ കണക്ഷൻ അവിടെ ഊരിവിടെ ആയിരുന്നു. എന്താണ് തന്നെ പ്രശ്നം? ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വാ. ഇങ്ങനെ 2 ആഴ്ച ഇവിടുത്തെ മാർക്കറ്റ് ഇല്ലേ, അവിടെ പോയി. അവിടുന്ന് ഏതോ കാള ബിജു എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ കയറി ഇങ്ങനെ തല്ലിയതിന് ശേഷം അറിയുന്ന അങ്ങനെ ഗുണ്ടായിരുന്നു. അന്നോട്ട് പേടിച്ച് ഈ പെരക്കാ കയറിയിരിക്കാൻ തുടങ്ങിയതാ. ചെറിയ ശബ്ദം കേട്ടാ പോലും ഞെട്ടിക്കറിയും, അല്ലറി വിളിക്കും. ഭ്രാന്ത്. അതെ മിസ്റ്റർ സുരേഷ്, നിങ്ങളുടെ പ്രശ്നം എന്നത് ഭയമാണ്. അമിത ഭയം നമ്മളെ ആപത്തിലെത്തിക്കും. ഏത് പത്തില്? ഈ പത്തൊന്നുമല്ല. അമിത ഭയം നമ്മളെ അപകടത്തിലെത്തിക്കും എന്ന് ആര് പറഞ്ഞു? ദൃശ്യത്തിലെ ജോർജ് കുട്ടി. എന്ന് വച്ചാ നമ്മൾ പ്രതിസന്ധികൾ തരണം ചെയ്യണം. ഉദാഹരണത്തിന് നീ ഒറ്റയ്ക്കൊരു വഴിയിൽ നടന്നു പോയാണെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകൂലേ, അവളെ കൊണ്ട് വിളിക്കൂ. നീ അങ്ങ് ഒറ്റയ്ക്ക് പോയാ മതി, അവളെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങോട്ട് ഇരിഞ്ഞില്ല. ഇങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ കാള ബിജു നിക്കണു. പേടിക്കണ്ട, കാള ബിജു നിന്നെ കണ്ടിട്ടില്ല. ഞാനോടുള്ള കാര്യം കാള ബിജുവിന് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ. ഇതെന്തിന്? ഞാൻ പറഞ്ഞു കൊടുക്കൂല. നീ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴേ നീ കാള ബിജുവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വലിയൊരു മരത്തിൽ വലിഞ്ഞു കയറി അതിന്റെ ഏറ്റവും മുകളിൽ ഒരു കൊമ്പിൽ സേഫ് ആയിട്ട് അങ്ങ് ഇരുന്ന് നീ ശ്വാസമൊക്കെ എടുത്ത് ഭാഗ്യം വിചാരിച്ച. എന്ത് ഭാഗ്യം? അപ്പൊ തന്നെ ആ കൊമ്പൊടിഞ്ഞ് വീണിന്റെ തല വന്ന് താഴെടുത്ത് നീ ചത്തുപോയടാ. നിങ്ങൾ എന്തിനായി മരം കയറാൻ അറിയാത്ത മനുഷ്യരെ കൊണ്ട് മരം കയറ്റിച്ച? അതുകൊണ്ടല്ലേ ഇങ്ങനെ ചത്തേ? പൊന്നു ചേച്ചി, അവന് വെളിവില്ലാത്തോണ്ടാവാ അങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിക്കാം. എന്നും പറഞ്ഞ് ബോധമില്ലാത്ത ചേച്ചി എന്തിനാണ് വെറുതെ കിടന്ന് കരയാണ്? പേടി മാറ്റാൻ കുറച്ച് ടിപ്സ് ഞാൻ തരാം. ടിപ്സ് വെച്ചാ പേടി മാറും. കിട്ടോ? കിട്ടോ? ഇനി ഇമ്മാരി വർത്താനം പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് വേശാൻ നിനക്ക് കിട്ടും. കേട്ടല്ലേ? ഇയാളുടെ കാര്യത്തിൽ ദൈവം ബാധിയാ. അങ്ങനെ ഇയാളെ തന്നെ ഉപേക്ഷിച്ചിട്ടേക്കുവാ. ബാക്കി ബാധി ദൈവത്തിന്റേതാണ്. വഴിപാടുകൾ കഴിക്കണം. നാളെ തന്നെ അമ്പലത്തിൽ പോയി പായസം കഴിപ്പിക്കാം അല്ലേ? ഷുഗർ ആയിട്ട് മാറും. അയ്യോ, പായസം കഴിച്ചാൽ ഷുഗർ മാറൂല, ഷുഗർ കൂടുമെന്ന് പറ. തന്നെ ഇവിടെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രം ഏതാ? കളമ്പൂർ ഭഗവതി ക്ഷേത്രം. എന്തിനാ? ആ ക്ഷേത്രത്തിലെ ഭഗവതിയാണ് സത്യം. നന്നാവൂല. കൈവിടരുത് പ്ലീസ്. കയ്യെ പിടിച്ചു വെച്ചിട്ട് കൈവിടരുത്. ഇങ്ങനെയാണ് കൈവിട്ടു പോകുന്ന ലക്ഷണമാണല്ലോ. എങ്ങനെയാണ് ചേട്ടനെ രക്ഷിക്കണം പ്ലീസ്. ചേട്ടനെ രക്ഷിക്കാം. രാവിലെ എന്തോ കഴിച്ച്? അത് കഞ്ഞി, പയർ, മീൻ പൊരിച്ചത്, മന്തി. കഞ്ഞി മന്തിയോ? മന്തിയല്ല, ചമ്മന്തി. നാട്ടുകാർക്ക് വേണ്ടി ചേട്ടൻ സൈലന്റ് ആക്കിയിട്ട് മന്തി പറയാറുള്ളൂ. വണ്ടിയെല്ലാം വിളിച്ചു പറയാൻ തോന്നുന്നു. ഇതൊക്കെ ചോദിച്ചിട്ട് എന്തിനാ? ഒരു വീട്ടിൽ വന്ന് കയറുമ്പോ അവിടെ എന്തൊക്കെ കഴിക്കാനുണ്ടോ ചോദിക്കണ്ടേ? അതെന്തിനി? എനിക്ക് വിശക്കണോണ്ട്. ആളോ എന്നോടൊന്നും ചോദിച്ചില്ല, അപ്പൊ ഞാനേലും എന്തെങ്കിലും ഒക്കെ തിരിച്ചു ചോദിക്കണ്ടേ? അതെ, ഈ പേടി മാറാൻ എന്തുണ്ട് വഴി? ശരിക്കും പറഞ്ഞ ഈ പേടിയൊന്നും ഇല്ല. ഇല്ലേ? കാരണം ഭയവും ഒരു നിഗൂഢ സങ്കല്പമാണ്. കേട്ടിട്ടില്ലേ? മാറിപ്പോകി അണ്ണൻ വന്ന കുമ്പിട്ട് ഇവനെ തൊഴുവാനായി എന്നും ജന തിരക്ക്. കാലം സ്വർഗം പോലും അണ്ടർ വേൾഡ്. ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലവല്ലുമിനാറ്റി. എവിടെ കയറി പോണേ? അല്ല, ഈ രംഗാണൻ എങ്ങനെ ഇത്ര സെറ്റപ്പ് ആയത്?
സിമ്പിൾ. എനിക്ക് ഭയമില്ലടാ. നിന്നെ കാള ബിജു കുത്താൻ വന്നാ നീ പേടിക്കരുതാ. അവൻ എന്നും നിന്റെ പുറകെ ഉണ്ടടാ. ആര്? കാള ബിജു. എന്റെ പുറകിലെ ആര് നിൽക്കുന്നു? നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. നിന്റെ പേടി ഇതുവരെ മാറിയിട്ടില്ല മോനെ. എന്തായാലും ഈ വിഷയം ഞാൻ വേരോടെ പിടിതെറിഞ്ഞിട്ടേ പോവും. വേരോടെ പിടിതെടുത്ത് അറിയാൻ ഞാനൊരു കപ്പയോ? അപ്പേലടാ കിഴങ്ങ്, നല്ല ഒന്നാം തരം മരക്കിഴങ്ങ്. എടാ ഞാൻ പറയുന്ന പോലെയൊക്കെ നീ സങ്കല്പിക്കണം. നീയും നിന്റെ ഭാര്യയും കൂടെ നടന്നു വരികയാണ്. വരുന്ന വഴിക്ക് കാള ബിജു ചാടി വീണു. നീ എന്ത് ചെയ്യും? അപ്പൊ മുട്ട റെഡിയായിരിക്കും. പിന്നെ എന്റെ മുട്ടകൾ തമ്മിൽ ഭയങ്കര ഇടിയായിരിക്കും. അവനെ കാണുമ്പോ തന്നെ തുടങ്ങും. എടാ അങ്ങനെയല്ല, ഇപ്പൊ ചാടി വീണാ നീ എന്ത് ചെയ്യുന്നു പറ. ചാടി വീണാൽ അതെനിക്ക് അറിഞ്ഞൂടാ. നമുക്കേ ട്രൈ ചെയ്ത് നോക്കിയല്ലോ. ട്രൈ ചെയ്ത് നോക്കാം. നീയും നിന്റെ ഭാര്യയും കൂടെ അവിടെ നിന്ന് ഞാൻ കാള ബിജു ആയിട്ട് വരാം. ആണോ? ഓ ഞാൻ കാള ബിജു ആയിട്ട് വരുവേ. ഓക്കെ, നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരികയാണേ. റെഡി ആക്ഷൻ. എന്തുവാടാ ഇത്? നീ നിന്റെ ഭാര്യയും കൂടെ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോ എന്ന് പറഞ്ഞോണ്ടാണ് വരണത്. മാർക്കറ്റിൽ പോയി എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ട് വരണ്ടേ? ഇത്രയ്ക്ക് അറിഞ്ഞൂടെ? മറന്നുപോയാ? ഒന്നൂടെ വാപ്പോ. ശരി, മെനക്കെടുത്താനായിട്ട് ആക്ഷൻ. എടി എന്നും ഈ പച്ചക്കറി കഴിച്ച് ഞാൻ മടുത്തു. ഞാനും മടുത്തു. ഞാനാണ് കൂടുതലും മടുത്തത്. ഞാനല്ലേ ഏട്ടാ ആദ്യം മടുത്തത്. ഞാനും മടുത്ത്. നിങ്ങളോട് ചോദിച്ച ഞാൻ മടുത്തു. ഇത് ഇതൊക്കെ കേട്ട് കേട്ട് ഞാൻ മടുത്ത്. ഒന്ന് പെട്ടെന്ന് വരുവോ? ഒരു മിനിറ്റ്. എടി നമുക്കിന്നേ ചിക്കനും മീനും മട്ടനും ബീഫും എല്ലാം വാങ്ങിക്കാം. സമയം ഇഷ്ടം പോലെ കിടക്കയില്ലേ? ഒരു താറാവും കൂടെ വാങ്ങിച്ച് കറി വെച്ചാലോ? സങ്കല്പത്തിൽ പോലും എനിക്ക് അടുക്കളയിൽ അല്പം റെസ്റ്റ് തരത്തില്ലല്ലേ? സങ്കല്പത്തിലല്ലേ ഇതൊക്കെ നടക്കൂ. അപ്പൊ വാങ്ങാലേട്ടാ? കൊറേ വാങ്ങാവേ. വാ നമുക്ക് വാ. ചേട്ടാ ഒന്ന് മറിക്കണേ. ചിക്കൻ വറക്കണം ചേട്ടാ. വറക്കാടാ, എണ്ണയിലിട്ട് വറുത്ത് കോഴിങ് എടുക്കാടാ. വാടാ. ആരടാ കാള ബിജു? ഞാൻ തന്നെ കാള ബിജു. എന്നിട്ടാണ് നീ കാള ബിജുവിന്റെ വക വയ്ക്കാതെ അങ്ങ് പോയത്. ഞാൻ കണ്ടില്ല. ഒന്നുള്ളതാ. ഓ സോറി. നിങ്ങളെ കൊണ്ട് ഈ കാള ബിജുവിനെ കൊണ്ട് നാണം കെടുത്തുവല്ല. പെട്ടെന്ന് ആക്ഷൻ. ചേട്ടാ നമുക്കിന്ന് സാമ്പാർ കഷ്ണം വാങ്ങിയാലോ? അതാകുമ്പോ സാമ്പാർ വയ്ക്കാം. അല്ല മട്ടൻ ഉണ്ടാക്കാം. ഈ മണ്ടത്തെ കൊണ്ട് ഇത് കാള ബിജു അല്ല, കാട ബിജു. കാടക്കോഴിയെ വറുത്ത് വച്ചിരിക്കുകയാണ്. കോഴി മുട്ടയിടായിരിക്കുകയാണ്. കോഴി മുട്ട ഇടായിരിക്കണല്ലേ? അവന്റെ ഒരു മുട്ട. അയ്യോ അതൊക്കെ എന്താ? നീ ഞാൻ വന്നോട്ട് നിന്റെ ഷോ ഞാൻ കാണാനുള്ള. നീ ആര്? നിനക്ക് ഈ സന്തോഷിനെ അറിഞ്ഞൂടാ? നിന്റെ ഷോ തല്ലല്ലേ? എന്റെ പെണ്ണും പിള്ളേരെ വെച്ചെന്നെ തല്ലു അല്ലേടാ. മറന്നുപോയി. ഈ മാർക്കറ്റിലെ ഗുണ്ടായ കാളബിജുനെ അടിച്ചിട്ടവനാടായി ഞാൻ. ഈ സുരേഷിനെ പറ്റി നീ എന്ത് വിചാരിച്ചടാ? മോട്ടിവേഷൻ മോക്കറേ. ആ സാധനം. ഈ സുരേഷിനെ പറ്റി നീ എന്ത് വിചാരിച്ച്? ഇവന് സുരേഷിനെ ശരിക്കും അറിഞ്ഞോളാന്ന് തോന്നുന്നു. അല്ല ചേട്ടാ, നിങ്ങൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ പേടിച്ച് പെരക്കാത്തറിയിരിക്കുന്നേ? വൈകുന്നേരം ആവട്ടെ, ആ കാള ബിജുന്റെ പരിപ്പ് ഞാൻ നിളക്കും. ഏട്ടന്റെ ഭയമൊക്കെ മാറിയത് കണ്ട? അയ്യോ എല്ലാം എന്റെ ഐശ്വര്യം. അതെ. അയ്യോ ഹലോ. ശരിക്കും ചേട്ടാ ചേട്ടന് മാർക്കറ്റിലോട്ടൊന്നും പോകണ്ട. അതെന്ത്? ചേട്ടൻ കാളബിജുനെ മാർക്കറ്റിലിട്ട് തല്ലിയില്ലേ? ആ നാണക്കേടുകൊണ്ട് കാളബിജു ദുബായി പോയി. ഇനി കാളബിജു കേരളത്തിൽ ഇല്ല ചേട്ടാ, ഇല്ല. ആണോ? സമൂഹത്തിൽ ഗുണ്ടകൾ ഉണ്ടാവുന്നതല്ല, സാഹചര്യങ്ങൾ മനുഷ്യനെ ഗുണ്ടയാക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ആ മാർക്കറ്റിലെ പേടി സ്വപ്നം ചേട്ടനാണ്. ചേട്ടന്റെ ആശാനും ഞാൻ ചേട്ടന്റെ ശിഷ്യനും. ഇതാണ് ഞങ്ങളുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. ഒരു നല്ല കൈയടി ആവാം. നസീർക്ക മക്കളെ കലക്കി കേട്ടോ.
എങ്ങനെ നസീർക്ക? നല്ല രസമാണ്. നിങ്ങൾ രണ്ടുപേരും കുറച്ചായിട്ട് എവിടെയായിരുന്നു? ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വേറെ പഠിത്തവും സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ? എന്തായാലും തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. അതിലുപരി നല്ലൊരു കണ്ടന്റും ആയിരുന്നു. കാര്യം ഒരുപാട് റൗഡി പീസും പിരിവും കാര്യങ്ങളൊക്കെ നമ്മുടെ വേദിയിൽ വന്നു പോയിട്ടുള്ളതാണ്. പക്ഷേ ഇതിലൊരു വ്യത്യസ്തതയുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ ഒരു ഭയം മാറ്റാനായിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ ഒരു മോട്ടിവേഷൻ്റെ ആളെ വിട്ടു തരുന്നു. ബ്ലൂടൂത്ത് സ്പീക്കർ എന്തായാലും ഭയങ്കര രസമുണ്ട്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ അമ്മയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മ നല്ല രസമായിരുന്നു. അപ്പം നല്ല ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. നിങ്ങളിങ്ങനെ ഒരുപാട് നാൾ ഇങ്ങനെ മാറി മാറി നിൽക്കരുത് കേട്ടോ. വരണം, ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ വെടിയും പുകയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ആ കൂടെ നിങ്ങളൊക്കെ മാറി നിന്നാലും എങ്ങനെയാണ്? ഭാവിയിലെ വലിയ വലിയ താരങ്ങളാകണ്ടേ നിങ്ങളൊക്കെ? അപ്പം വീണ്ടും വരണം. എന്തായാലും നല്ല സബ്ജക്റ്റ്, നല്ല കൗണ്ടറുകൾ, നല്ല അഭിനയം. 3 പേരും ഗംഭീരമായിട്ട് അഭിനയിച്ചു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. 3 പേരും പൊളിച്ചടിക്കും. താങ്ക് യു സാർ. ആദ്യം തന്നെ നിങ്ങൾക്ക് പറ്റിയ, നിങ്ങളെ കണ്ട് എഴുതിയ പോലുള്ള ഒരു നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ല നല്ല മച്ചുവേർഡായിട്ട് നല്ല രസമായിട്ട് നിങ്ങളത് അവതരിപ്പിച്ച് ഫലിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ ആലോചിച്ചത് നസീർക്ക് ഇവരുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആൾക്കാർ, അതായത് ഇവിടെയുള്ള വലിയ ആർട്ടിസ്റ്റുകൾ കളിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒരുപടി മുകളിലാണോ ചില സമയത്ത്. വലിയ ആൾക്കാർക്കൊപ്പം തന്നെ ഞങ്ങൾക്കും നിൽക്കണം, അല്ല നമ്മുടെ സ്കിറ്റ് അങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ള തരത്തിൽ. കാരണം ഈ കൗണ്ടറൊക്കെ അടിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, ചില സാധനങ്ങൾ അതിൻ്റേതായ രീതിയിൽ. അതുമാത്രമല്ല എനിക്ക് തോന്നിയത് നിങ്ങൾ 2 പേരും കൂടെ ഇങ്ങനെ മൈമിങ് പോലെ ആദ്യം തുടക്കത്തിൽ വന്നില്ലേ, അതിനകത്ത് അവർ പെർഫെക്ഷൻ കണ്ടപ്പോൾ തോന്നി ഒരു വലിയ, എന്താ പറയുന്നത്, ശരിക്കും ജെനുവിനായിട്ട് പേടിച്ച പോലെ തന്നെ തോന്നി. ആ ടൈമിങ്, ഒരാൾ പുറകെ കൂടെ വന്നിട്ട് 2 എണ്ണം നിങ്ങൾ കളിച്ചില്ലേ, അത് അസാധ്യമായിരുന്നു. മനസ്സിലായോ? എടുത്തു പറയേണ്ട, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല, എന്താ പറയുന്നത്, തികഞ്ഞ ഒരു പെർഫോമൻസ് ആയിരുന്നു. 3 പേർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു ചേട്ടാ. ആര്യദത്തൻ, തീർത്ത, നമുക്ക് അറിയാമല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 പേരും ഞാൻ ആദ്യമായിട്ടാണ് പെർഫോമൻസ് കാണുന്നത്. ഞാൻ വരുന്നേക്ക് മുമ്പാണെന്ന് തോന്നുന്നു നിങ്ങൾ 2 പേരും ഉണ്ടായത്. നിങ്ങൾ 3 പേരും ചേർന്നപ്പോൾ കിടിലം കോമ്പിനേഷൻ ആയിരുന്നു. കാരണം നിങ്ങൾ 2 പേരും ആദ്യം കണ്ടപ്പോൾ ഈ പേരൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, TV-ലും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ എപ്പിസോഡിലും ഞാൻ വരണ്ടേ, വരാത്തോണ്ട് കാണാത്ത. നമ്മൾ തുടങ്ങി. അതെ അതെ അതെ. അപ്പൊ ഞാൻ ആലോചിച്ച് ഈ നമ്മുടെ അനിരുദ്ധിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള, കാരണം അനിരുദ്ധിന്റെ റേഞ്ച് എല്ലാവർക്കും അറിയാം. കാരണം നല്ല ഇപ്പം പറഞ്ഞുകൊണ്ട് തന്നെ വലിയ ആളുകളെ കടപിടിക്കുന്ന രീതിയിൽ കളിക്കുന്ന ഒരാളാണ്. നിങ്ങളപ്പോൾ അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ആ മൈമിൽ തന്നെ അത് പൊളിച്ചടിക്കുന്നുള്ളതാണ്. അത് ഭയങ്കര. പ്രത്യേകിച്ചൊരു കാര്യം പറയേണ്ടത് എനിക്ക് തോന്നുന്നത് തീർത്ത ഗംഭീരമായിരുന്നു കേട്ടോ. തീർത്തയുടെ ആ കോസ്റ്റ്യൂമും ആ ഒരു, എന്താ പറഞ്ഞ, ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു വോയിസും, ആ വോയിസിന് മെച്യൂരിറ്റി ഇല്ലെങ്കിൽ പോലും. പണ്ട് ഈ തീർത്ത ഇവിടെ വരുമ്പോൾ ഒരു മോണാക്ട് ഉണ്ടായിരുന്നു, അഭിനയത്തിലുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയെടുത്ത് നല്ല, അതെ, നല്ല നല്ല ലൈഫായിരുന്നു കേട്ടോ. ഞാനും ചോദിക്കാനിരിക്കും, മോൾ എത്രയല്ല പഠിക്കുന്നത്? 9th. അത്രയല്ലേ ആയിട്ടുള്ളൂ. എങ്കിലും പറയുന്ന കൂട്ട് മെച്ചൂർഡ് ആയിട്ടുള്ളൊരു ഭാര്യ, ആ പൊട്ടും കാര്യങ്ങളും അതിനനുസരിച്ച്, ആ കോസ്റ്റ്യൂമിനനുസരിച്ച് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആര്യദത്തൻ ഗംഭീരമായിരുന്നു കേട്ടോ. ആര്യദത്തൻ കറക്റ്റ് കോമഡി, കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു. ഇവരുടെയൊക്കെ ടൈമിൽ നമുക്കറിയാം, അവരെ കടപടിക്കുന്ന രീതിയിലാണ് നിങ്ങൾ 2 പേരും കളിച്ചത്. ഒരുപാട് തമാശകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു തമാശ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കാൻ പറ്റാ, ഇതുവരെ കേരളത്തിൽ മലയാളികൾ ഓരോരുത്തും പറയാത്തൊരു സാധനമാണ് കഞ്ഞിയും ചമ്മന്തി ചാ കളഞ്ഞിട്ട് മന്തി. അത് ശരിക്കും പറഞ്ഞാൽ ഗമേലൊക്കെ നമ്മൾ പറയും, എൻ്റെ വീട്ടിൽ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു. ചമ്മന്തി മന്തിയാക്കിയൊരു കാര്യം അടിപൊളി ബ്രില്യൻ്റ് ആയിട്ടുള്ള കോമഡി ആയിരുന്നു. അതുപോലെ ഒരുപാട് തമാശകൾ, മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ കുറേ സാധനങ്ങളും, ഒരുപാട് തമാശകളും, നല്ല ടൈമിങ്ങും നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഇതന്നെ അങ്ങോട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിലും ഗംഭീരമായിട്ട്, നല്ല ഗംഭീരമായിരുന്നു, ഇതിലും ഗംഭീരമായിട്ട് ചിരിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ട് അടുത്ത പ്രാവശ്യം വരണം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ ആരാ സ്ക്രിപ്റ്റ് എഴുതിയതാരാ? രാജേഷും 2 പേർക്കും അഭിനന്ദനങ്ങൾ. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. പിന്നെ ഐശ്വര്യമായിട്ട് വേറെ മാർക്ക് അങ്ങോട്ട് കൊടുക്കാം. നസീർക്ക, ഞാനൊരു 13,000 രൂപ കൊടുക്കാം. 13,000 രൂപ. പക്രുചേട്ടാ, ഞാനൊരു 12. 25,000 രൂപ. അല്ല, പുള്ളിക്ക് പേടിക്കാനൊന്നുമല്ല, മറ്റേ പുള്ളി ബിജു, കാള ബിജു ദുബായി പോയി അല്ലേ? അതെ അതെ. അപ്പൊ ബാക്കി റേഞ്ച് ഞാൻ തന്നേക്കാം.
ടോട്ടൽ 50,000 രൂപ. നല്ല എമൗണ്ട് ആണ്. അപ്പൊ ഇനിയും ഇവിടുന്ന് മുങ്ങുവോ അതോ ഇവിടെ ഉണ്ടാവുമോ? ഇവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് അടുത്ത കാളവജി വരുന്നതിന് മുമ്പ് അടുത്ത സ്കിറ്റിൽ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ബ്ലൂടൂത്ത് സ്പീക്കർ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കണു. എന്തായാലും എന്ത് പെട്ടെന്നാ. പിന്നെ ഇന്ന് ഉള്ളത് പറയണമല്ലോ, നമ്മുടെ മലപ്പുറം കൊണ്ടോട്ടി കോളേജുകാരുള്ളതുകൊണ്ട് എപ്പിസോഡിന്റെ അല്ലേ സമയം നമ്മൾ പോയത് അറിയില്ല. പ്രിസ്റ്റിൻ വാലി കോളേജ് അവിടുത്തെ പിള്ളേരാണ് വന്നേക്കുന്നത്. നല്ല ഉഷാറ് പിള്ളേർ അല്ലേ? അടിപൊളി. നിങ്ങളും ഐറ്റം വേറെ ഇരുന്ന് ഈ ഒരു കുറച്ച് മണിക്കൂറല്ല 1 മണിക്കൂർ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എവിടെയും പോലും നമുക്ക് അടുത്ത എപ്പിസോഡ് ഇതിൽ കൂടുതൽ ചിരിക്കണം. അതെ. പിന്നെ ഞാനങ്ങോട്ട് നമ്മള് അതെ ഇതിലും വലിയ സ്കിറ്റുകളും ഇതിലും വലിയ വലിയ ചിരികളും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.